കോട്ടയം വൈക്കം പ്രസാദഗിരി പള്ളിയിൽ വൈദികൻ ആക്രമിക്കപ്പെട്ടതിലെ പോലീസ് നടപടിക്കെതിരെ സിറോ മലബാർ സഭ. ആക്രമണം നടത്തിയവരുടെ പരാതിയിൽ വിശ്വാസികൾക്കെതിരെ പോലീസ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തെന്ന് സിറോ മലബാർ സഭ. എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നടന്നുകൊണ്ടിരിക്കുന്ന അക്രമ സംഭവങ്ങൾ വേദനാജനകമാണ്. സഭയിൽ അരാജകത്വം സൃഷ്ടിക്കാനാണ് ഒരു വിഭാഗം ശ്രമിക്കുന്നത്. അക്രമകാരികൾക്കെതിരെ ശിക്ഷാ നടപടികൾ സ്വീകരിക്കുമെന്നും സഭ അറിയിച്ചു. നിതിൻ സേവ്യർ ചേരുന്നുണ്ട്. നിതിൻ, എന്താണ് വാർത്തയുടെ വിവരങ്ങൾ? അമൃത, ഈ കുർബാന തർക്കം നിലനിൽക്കുന്ന തലയോലപ്പറമ്പ് പ്രസാദഗിരി സെന്റ് സെബാസ്റ്റ്യൻ പള്ളിയിൽ ഔദ്യോഗിക വിഭാഗവും വിമത വിഭാഗവും തമ്മിലുണ്ടായ സംഘർഷത്തിൽ ഇരുവിഭാഗത്തുമുള്ള 11 പേർക്കെതിരെ തലയോലപ്പറമ്പ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തിരുന്നു. ഈ ഇരുവിഭാഗത്തുള്ള ഫാദർ ജെറിൻ പാലത്തിങ്കൽ, ഫാദർ ജോൺ തോട്ടുപുറം എന്നിവരുടെ പരാതിയിലാണ് ഈ കേസ് എടുത്തിട്ടുള്ളത്. ജെറിൻ പാലത്തിങ്കലിന് നേരെ കുരുമുളക് സ്പ്രേ, പെപ്പർ സ്പ്രേ ഉപയോഗിച്ചെന്നും എഫ്ഐആറിലുണ്ട്. സംഘർഷത്തിൽ വൈദികർക്കടക്കം പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ശനിയാഴ്ചയാണ് ഈ സംഭവം നടന്നത്. ഇതിലാണിപ്പോൾ സിറോ മലബാർ സഭ ഔദ്യോഗികമായി പോലീസ് നടപടിയെ എതിർത്തുകൊണ്ട് അതിൽ പ്രതിഷേധം അറിയിക്കുന്നത്. ഈ ആക്രമണം നടത്തിയ വിമത വിഭാഗം വിശ്വാസികളുടെ മൊഴിയെടുത്ത് അവർ നൽകിയ പരാതിയിൽ വിശ്വാസികൾക്കടക്കമെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തത് പ്രതിഷേധാർഹമാണ് എന്ന സഭ ഇപ്പോൾ പറയുന്നത്. ഒപ്പം തന്നെ ഇത്തരം സംഭവങ്ങൾ വേദനാജനകവും അപലപനീയവുമാണ്. തുടർച്ചയായി എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഇത്തരത്തിൽ ആക്രമണ സംഭവം നടക്കുന്നത് അപലപനീയവും വേദനാജനകവുമാണെന്നാണ് സഭ പറയുന്നത്. ഒപ്പം തന്നെ ഇത്തരത്തിൽ കലാപകാരികൾക്കെതിരെ അല്ലെങ്കിൽ ആക്രമണം നടത്തുന്നവർക്കെതിരെ നടപടിക്രമങ്ങൾ പാലിച്ചുകൊണ്ടുള്ള സഭാപരമായ ശിക്ഷാ നടപടികൾ ആരംഭിക്കുമെന്നും സഭ അറിയിച്ചിട്ടുണ്ട്. അമൃത. ശരി, നിതിൻ